ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ മൈ ട്വിൻസ് ബേബീസ് ഡൈപ്പർ ബാഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഡൈപ്പർ ബാഗിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അമ്മമാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് അമ്മമാരാകുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ കാണുമായിരിക്കും, എന്തൊക്കെ എടുക്കണം, എപ്പോഴും എന്തൊക്കെ കരുതണമെന്നൊക്കെ അല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ട്വിൻസിൻ്റെ അമ്മമാർക്കായിരുന്നാലും ട്രിപ്ലെറ്റ്സിൻ്റെ അമ്മമാർക്കായിരുന്നാലും നല്ലോണം ഉപകാരപ്പെടും. ഇനി അഥവാ ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്കായിരുന്നാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇതാണ് എൻ്റെ ട്വിൻസ് ബേബീസിൻ്റെ ഡൈപ്പർ ബാഗ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന്, യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പ്രധാനമായിട്ടും എടുക്കുന്ന ഒരു കാര്യമാണ് നാൻപ്രോയുടെ ഈ ഒരു ബോട്ടിൽ. അവർക്ക് വിശക്കുമ്പോൾ ഫോർമുല കൊടുക്കും. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു നാൻപ്രോയുടെ ബോട്ടിൽ എപ്പോഴും കരുതുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിനകത്തോട്ട് വയ്ക്കാം. ഇത് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഡൈപ്പർ ബാഗിൽ. അപ്പോൾ നമുക്ക് അതോട്ട് അങ്ങോട്ട് വയ്ക്കാം. അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ഫീഡിംഗ് ബോട്ടിലാണ് കേട്ടോ. 2 ഫീഡിംഗ് ബോട്ടിൽ എപ്പോഴും കരുതിയിരിക്കും. അപ്പോൾ ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ ഈ ഒരു സൈഡിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? ഈ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത് ഫീഡിംഗ് ബോട്ടിൽ. അതുപോലെ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്, അതിങ്ങനെ വെക്കുക. ഇതൊരു മെഷറിംഗ് ഗ്ലാസ് ആണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നാനിൻ്റെ വെള്ളമൊക്കെ അളന്നെടുക്കുന്നത്. ഫ്ലാസ്കിൽ എടുത്തിട്ട് അളന്നെടുക്കുന്നത് ഈ ഒരു മെഷറിംഗ് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതും എടുക്കുക. എന്തെടുക്കാൻ മറന്നാലും ഈ പറഞ്ഞതുപോലെ ഫോർമുല മിൽക്കും അതുപോലെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളും നമ്മൾ മറക്കുകയേ ചെയ്യരുത്. അതാണ് ആദ്യം നമ്മൾ എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അത് എടുക്കാതെ വേറെ എന്ത് സാധനം എടുത്തിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ എടുത്ത് വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ചൂടുവെള്ളം, ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം നിറച്ച് വെച്ചിരിക്കും. എങ്കിലേ നമുക്ക് ഈ പറഞ്ഞതുപോലെ നാനൊക്കെ കലക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് വെള്ളം ദാഹിക്കുവാണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പം നാനിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫ്ലാസ്ക് ചൂടുവെള്ളവും കൂടെ എടുത്ത് വെച്ചേക്കും. അടുത്ത ഒരു സാധനമാണ് ഈ 2 ഗോകർണം എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഗോകർണം കൂടെ വെക്കാം. നേരത്തെ ഞാൻ ഗോകർണം എടുത്ത് വെച്ചില്ലേ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു തെർമോമീറ്റർ കാണും. അതിൻ്റെ കൂടെ തന്നെ ഗോകർണവും കാണും. പാരസെറ്റമോളിൻ്റെ ഒരു ചെറിയ ഒരു ഈ ഒരു ഡ്രോപ്സും കാണും. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സാധനം വെക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഇതിനകത്ത് കാണും എപ്പോഴും. അപ്പോൾ അതും വെച്ചു. ഇനി അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ഡൈപ്പറാണ്. ഡൈപ്പർ മറന്നു പോവാനേ പാടില്ല. പ്രത്യേകിച്ച് ട്വിൻസൊക്കെ ആകുമ്പോഴത്തേക്കും ഡൈപ്പർ അല്ലാതെ വേറെ ഒരു രക്ഷയും ഇല്ല. ഡൈപ്പർ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു 2-3 പാക്കറ്റെങ്കിലും കാണും കേട്ടോ. ഇപ്പം ഞാനൊരു പാക്കറ്റ് എടുത്തതേ ഉള്ളൂ. എപ്പോഴും ഇതിനകത്ത് സ്റ്റോക്ക് വേണ്ട ഒരു സാധനമാണ് ഡൈപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപ്പറും എടുത്തു കഴിഞ്ഞു. ഇത് സെറ്റാഫിൻ്റെ തന്നെ ഒരു ബേബി ലോഷൻ, ക്രീം ലോഷനൊക്കെയാണിത്. ഇതും നമുക്ക് വെച്ചേക്കാം. കാര്യം ഒരു ദിവസമൊക്കെ നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഈ ഒരു സാധനവും കൂടെ ഞാൻ എപ്പോഴും കരുതിയിരിക്കും കേട്ടോ. അതുപോലെ ടെഡി ബാറിൻ്റെ സോപ്പും കൂടെ കരുതിയിരിക്കും. എപ്പോഴെങ്കിലും നിൽക്കേണ്ട അവസരത്തിൽ ഈ ഡൈപ്പർ ബാഗും കൊണ്ട് പോവുകയാണെങ്കിൽ എപ്പോഴും ടെഡി ബാറിൻ്റെ ഒരു സോപ്പും കൂടെ ഞാൻ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാധനം, ഹിമാലയയുടെ ബേബി വൈപ്സ് ആണ്. ഇതെപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം ഇപ്പോൾ കഴിയാറായി. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കൈയൊക്കെ എവിടെയെങ്കിലും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് എപ്പോഴും തുടച്ചു കൊടുക്കും. അതുകൊണ്ട് വൈപ്സും കൂടെ വെച്ചേക്കും ഞാൻ എപ്പോഴും. ഇനിയിപ്പോൾ വേറെ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട്
4 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് എപ്പോഴും കരുതിയിരിക്കും. കാര്യം അവരെ കൊണ്ടുപോയിട്ട് ആഹാരമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സിലൊക്കെ മേത്തൊക്കെ വീഴുവാണെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എപ്പോഴും കരുതിയിരിക്കും. അതുപോലെ കുളിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സ്ഥലത്ത് തന്നെ കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും നമ്മൾ ഡ്രസ്സ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എപ്പോഴും കരുതിയിരിക്കും. അടുത്തതായിട്ട് വേണ്ടത് ടർക്കിയാണ് കേട്ടോ. അവരുടെ ടർക്കി എപ്പോഴും കയ്യിൽ കരുതുക. ഇനി മഴയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അതുപോലെ അവരെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് വിരിച്ച് കിടത്താൻ ഉള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ടർക്കി വെച്ചിട്ട് നമുക്ക് വിരിച്ച് കിടത്താം. അപ്പം അതും എടുത്തിട്ടുണ്ട്. അതും എടുക്കണം. എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് കരുതി വെച്ചിരിക്കും ബാഗിനകത്ത്. അപ്പം അതും വേണം. എന്തെങ്കിലും കയ്യിലൊക്കെ ആവുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് തുടച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ടിഷ്യൂ പേപ്പറും വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ട്വിൻസ് ബേബീസിൻ്റെ ഡൈപ്പർ ബാഗിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.